ഡിയർ സ്റ്റുഡൻറ്റ്, നമ്മുടെ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് കീ ഇഷ്യൂസ് ഇൻ ടാക്സാഷൻ ഓഫ് ഡെറിവേറ്റീവ്സാണ്. നമ്മുടെ ഡെറിവേറ്റീവ്സിന് മുകളിൽ ടാക്സാഷന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഇഷ്യൂസുകളാണ്, പ്രധാനപ്പെട്ട ഇഷ്യൂസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തത് ക്യാരക്ടറൈസേഷൻ ഓഫ് ഇൻകം. ബിസിനസ് ഇൻകം ആണോ അതോ ഇൻട്രസ്റ്റ് ആണോ, എന്താണ് നമ്മൾക്ക് കിട്ടുന്ന, ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നതോ ഇന്ത്യയിൽ ബിസിനസ് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള ഇൻകം ഏത് സ്വഭാവത്തിലുള്ളതാണ് എന്നുള്ളത്, എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. രണ്ടാമത്തത് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആണ്. അതുപോലെ ടൈമിങ്, ക്യാഷ് ഫ്ലോസ്, ഇതൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ വിത്തൗട്ട് ഹോൾഡിംഗ് ടാക്സ് ഇംപ്ലിക്കേഷൻ. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ഇഷ്യൂസുകളാണുള്ളത്. അപ്പോൾ ഓരോന്നും എന്താണെന്നൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റത്തെ ക്യാരക്ടറൈസേഷൻ ഓഫ് ഇൻകം ആണ്. ഇൻകത്തിൻ്റെ സ്വഭാവം, ക്യാരക്ടറൈസ് എന്താണെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ നോക്കുക, നമുക്ക് പറയാനെങ്കിൽ പല നികുതികളും എന്താണ് നമുക്കറിയാം, സ്റ്റോക്ക് ഓപ്ഷൻസുകളും അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സുകളും, അങ്ങനെ എന്താണ് ഇൻഡെക്സുകളായിട്ട് വരുന്ന ഓപ്ഷൻസുകൾ, ഫ്യൂച്ചർ പോലുള്ള സെക്യൂരിറ്റീസിൻ്റെ മുകളിൽ വരുന്ന ഡെറിവേറ്റീവ്സിൻ്റെ ട്രാൻസാക്ഷനിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിലായിരിക്കും ഇങ്ങനെയുള്ള ഇൻകംസുകൾ ഉണ്ടാവുക. അത് ഏത് രീതിയിലുള്ള ഇൻകമാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്. പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡെറിവേറ്റീവ്സുകളുടെ ട്രാൻസാക്ഷൻസിൽ ലാഭമോ നഷ്ടമോ ഒക്കെ നമുക്ക് വരും. അപ്പോൾ ലാഭം വരികയാണെങ്കിൽ ബിസിനസ്സിൻ്റെ വരുമാനം, അതുപോലെ നമ്മുടെ ക്യാപിറ്റൽ ഇൻകമായിട്ടും റവന്യൂ ആയിട്ടും അല്ലെങ്കിൽ അതർ സോഴ്സുകളിൽ നിന്ന് വരുമാനമായിട്ടൊക്കെ നമുക്ക് കിട്ടും, വരുമാനത്തിൻ്റെ കേസ് നോക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അതിൽ ഡെറിവേറ്റീവ്സുകളിലാണെങ്കിൽ നഷ്ടം, നമ്മുടെ സ്പെക്കുലേഷനിലെ നഷ്ടങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നഷ്ടമായി തന്നെ കണക്കാക്കണം എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ദെൻ അതുപോലെ കൂടാതെ നമുക്ക് ഡെറിവേറ്റീവുകളിൽ നിന്ന് വരുമാനം നമുക്ക് എങ്ങനെ കണക്കാക്കണം എന്നും കൂടി നമുക്കിതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരുമാനം, നമ്മുടെ ഇൻകത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പല നികുതികളും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, മീൻസ് പല രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ടാക്സ് പേയേഴ്സുകൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനായിരിക്കും, എവിടുന്ന് കിട്ടി നമ്മുടെ ഇൻകം എന്നുള്ളത്. അതാണ് അവിടെ നമുക്ക് അതിനുള്ളൊരു ആൻസറാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുക്കേണ്ടത്. കാരണം എവിടുന്ന് കിട്ടി, എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ് അതിനുള്ള ആൻസറാണ് നമുക്ക് ഈ ഒരു നമുക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ ഫീച്ചേഴ്സുകൾ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റോക്ക് ഓപ്ഷൻസിൻ്റെ ബേസിലോ ഇൻഡെക്സ് ഓപ്ഷൻസിൻ്റെ ബേസിലോ ഫ്യൂച്ചർ പോലുള്ള സെക്യൂരിറ്റീസിൻ്റെ ഇടപാടുകളിൽ നിന്നൊക്കെയാണ് നമുക്ക് എന്തുണ്ടാവുക, വരുമാനം ഉണ്ടാവുക എന്നാണ് അതിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത്തരം വരുമാനങ്ങൾ എവിടുന്ന്, എങ്ങനെ, ക്യാപിറ്റൽ ഗെയിൻ ആണോ ഇൻകം ആണോ, അതിൽ അതർ സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആണോ ഒക്കെയാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. ഇനി എങ്ങനെ നമുക്കതിനെ കണക്കാക്കാം എന്നുള്ളതാണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. നമ്മുടെ ഷെയർ ഉണ്ടല്ലോ, നമ്മൾ വാങ്ങിച്ച ഷെയറുകൾ, അത് ട്രേഡിങ് നടക്കുകയാണെങ്കിൽ ഡെറിവേറ്റീവ്സിൻ്റെ ട്രാൻസാക്ഷൻസുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഷെയർ ട്രേഡിങ്ങിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഷെയറുമായിട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് ഇൻകമാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സുകൾ ഇത്തരത്തിലുള്ള ഷെയറിൻ്റെ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഫ്രീക്വൻ്റായിട്ട് നമുക്ക് ഒരു ഡെവലപ്മെൻറ്റാണ് കാണുന്നതെങ്കിൽ അവിടെ നമുക്ക് ഇൻകം കിട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ അതേപോലെ അതേ രീതിയിൽ തന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ വരുമാനമായിട്ട് കണക്കാക്കാൻ പറ്റണം. നമ്മുടെ ഷെയർ ട്രേഡിങ്ങിൻ്റെ വരുമാനം ബിസിനസ്സിൻ്റെ വരുമാനമായിട്ടും കണക്കാക്കാൻ സാധിക്കും. അതുപോലെ ഡെറിവേറ്റീവ്സുകളുടെ ട്രാൻസാക്ഷൻസുകൾ നടത്തിയിട്ട് അല്ലെങ്കിൽ ഷെയറുകളിലെ ആ ഒരു ഇൻവെസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ഷെയറിൻ്റെ മുകളിൽ ട്രാൻസാക്ഷൻസുകൾ നടത്തി കൂടുതൽ റിസ്കുകളൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ട് ഇൻവെസ്റ്റേഴ്സ് ബുദ്ധിക്ക് കളിച്ച് അവർക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. അതും ഒരു ഇൻകമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതാണ് ആ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത്തരത്തിലുള്ള ഡെറിവേറ്റീവ്സ് ട്രാൻസാക്ഷൻസുകൾ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത്തരത്തിലുള്ള ഡെറിവേറ്റീവ് ട്രാൻസാക്ഷൻസുകൾ കൂടുതലായിട്ടും ഇടപാടുകൾ നടക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിങ്ങുമായിട്ടുള്ള ഒരു ഷെയറിൻ്റെ
ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അല്ലാതെയും വരാം. കൂടുതലായിട്ടും ബന്ധം ക്ലോസ് ആയിട്ട് ലിങ്ക് ചെയ്ത് ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റ്സുകളാണ് കൂടുതലായിട്ട് നടക്കാറുള്ളത്. അത്തരം ട്രാൻസാക്ഷൻസുകൾ ആണ് കൂടുതലായിട്ട് നമുക്ക് ലാഭം ഉണ്ടാക്കുന്നത് മനസ്സിലാക്കുക. ഇനി അല്ലാതെ കനോട്ട് സേ ദാറ്റ് ഡെറിവേറ്റീവ്സ് ആൻഡ് നാച്ചർ ഓഫ് ബിസിനസ് അല്ലാതെയും ഉണ്ടാവാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസുകളും വരാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇൻകത്തിൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് നമ്മൾ ഏത് രീതിയിലാണ് കാണേണ്ടത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ എവിടുന്ന് കിട്ടിയതാണ്, എങ്ങനെയുള്ളതാണ് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സും കൂടിയാണ് കേട്ടോ. എവിടുന്ന് കിട്ടി നമ്മൾ ശരിക്കും കണ്ടെത്തണമല്ലോ. അതുകൊണ്ട് അപ്പോൾ സാധാരണയായിട്ട് അത്തരം ഡെറിവേറ്റീവ്സുകളുടെ ഇടപാടുകൾ കൂടുതലായിട്ടും ഷോർട്ട് ടേം ട്രാൻസാക്ഷൻസുകളാണ് വരിക. അപ്പോൾ ഷോർട്ട് ടേമിൽ കൂടുതൽ ലാഭവും ഉണ്ടായിരിക്കുന്നതാണ്. ട്രാൻസാക്ഷൻസിന് കൂടുതൽ റവന്യൂ നമുക്ക് നേടാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അത്രയാണ് ആ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ വായിച്ച് നോക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ആ ഒരു കാര്യമാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇതൊക്കെ നമുക്ക് യുണൈറ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇത്തരത്തിലുള്ള അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡിങ് നടത്തിയിട്ട് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ നമ്മൾക്ക് ട്രാൻസാക്ഷൻസുകൾ, ഡെറിവേറ്റീവ്സിൻ്റെ ട്രാൻസാക്ഷൻസ് നടത്തി അതിൽ നിന്ന് നമുക്ക് ലാഭം നെയ്തെടുക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള പെർമിസിബിൾ ഇൻകംസുകൾ ഉണ്ടാകും. ആ ഇൻകംസുകളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സ്പെക്കുലേഷൻ ലോസസ് ഉണ്ടെങ്കിൽ അതിന് ഒഴിവാക്കണം. അതൊരു നഷ്ടമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് അതിൽ പറയുന്നത്. നെക്സ്റ്റ് ആണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആണ്. രണ്ടാമത്തെ കീ ഇഷ്യൂസാണ് ഡിറ്റർമിനേഷൻ ഇൻകം. ഇൻകത്തെ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലേ, ശരിക്കും കണക്കാക്കുക, അതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആണ് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വരുമാനം എങ്ങനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. വരുമാനം നമ്മൾ എങ്ങനെ കണക്കാക്കുക അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വരുമാനത്തിന് എപ്പോൾ വേണമെങ്കിലും എപ്പോൾ നികുതി നൽകണം എന്ന ഒരു കാര്യമാണ് ഇവിടെ നമുക്ക്. അപ്പോൾ വരുമാനമുണ്ട്, ഓക്കെ, നമുക്ക് റവന്യൂ ഉണ്ട് അല്ലെങ്കിൽ ഇൻകം ഉണ്ട്. ഇൻകത്തിന് നമുക്ക് എപ്പോഴും അല്ലെങ്കിൽ ഒരു കണ്ടീഷനൊക്കെ ഉണ്ട്. നമുക്ക് ടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു കണ്ടീഷൻസുകളുണ്ട്. അപ്പോൾ ആ കണ്ടീഷൻസ് എപ്പോഴാണ് ഫുൾഫിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇൻകത്തെ നിർണ്ണയിക്കുന്നത്. അപ്പം നമുക്ക് ഇൻകം നമുക്ക് റൈസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. ആ റൈറ്റിന് ഇൻകം നമുക്ക് എപ്പോഴാണ് കൊടുക്കേണ്ടത്, വെൻ ദ ഇൻകം ഷുഡ് ബി ടാക്സ്ഡ്, എപ്പോഴാണ് നമ്മൾ ഇൻകം ടാക്സബിൾ ആയിട്ട് മാറുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയം അല്ലെങ്കിൽ അതെങ്ങനെ നമ്മൾ നിർണ്ണയിക്കുന്നത് എന്നാണ് ഈ ഒരു പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വരുമാനത്തിന് എപ്പോൾ നികുതി നൽകണം എന്നതിനെ കുറിച്ചിട്ടാണ് അടുത്ത അല്ലെങ്കിൽ നെക്സ്റ്റ് കീ ഇഷ്യൂ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഡെറിവേറ്റീവ് ഇടപാട് നമ്മുടെ ഡെറിവേറ്റീവ്സിൻ്റെ ട്രാൻസാക്ഷനിൽ നിന്നും നമുക്ക് ഇൻകം ഉണ്ടാക്കാൻ ഇടയായിട്ടുള്ള ഒരുപാട് പോയിന്റുകൾ അവിടെ വരുന്നുണ്ട്. അത് അത്തരത്തിലുള്ള പോയിന്റ്സുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓപ്പറേഷൻസുകൾ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസുകൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ലാഭം കിട്ടും, സ്വാഭാവികമായിട്ടും ലാഭം കിട്ടും. അല്ലാണ്ട് നമ്മൾ ഡെറിവേറ്റീവ്സിൽ നിൽക്കില്ലല്ലോ. അപ്പോൾ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ലാഭം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള ലാഭം നമുക്ക് എങ്ങനെയാണ്, ഏത് സെക്യൂരിറ്റീസ് വെച്ച് കഴിഞ്ഞാലാണോ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിൻ്റെ മുകളിലാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രീമിയം അടച്ചാലാണോ, അങ്ങനെയൊക്കെ നമുക്ക് പ്രീമിയം അടച്ചാലും പല ഇടപാടുകൾ നടത്തിയാലും പല സെക്യൂരിറ്റീസുകളോ പല ഇൻട്രസ്റ്റുകളോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്താലാണ് നമുക്ക് ലാഭം ഉണ്ടാവുക എന്നുള്ളത് ആദ്യം നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത്. അതുപോലെ തന്നെ അതിന് ഒരു പർട്ടിക്കുലർ ഡേറ്റ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഡേറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര എക്സറൈസ് ചെയ്യുന്ന ഡേറ്റ് എപ്പോഴാണോ ആ ഡേറ്റിന് നമുക്ക് കിട്ടുമോ, ലാഭം കിട്ടുമോ, അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ ലാഭം കിട്ടുമോ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എക്സറൈസ് ചെയ്താലാ ലാഭം കിട്ടും, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ എന്നുള്ളതാണ് ആ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതും ഒരു കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസാണ്, ഡിഫിക്കൽട്ടി ആയുള്ള ഒരു പ്രോസസ്സ് തന്നെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അവയുടെ വാല്യൂ നമ്മൾ ഓരോതിൻ്റെയും വാലിഡിറ്റി
അതനുസരിച്ചിട്ട് നമ്മൾ കണ്ടെത്തണം. അസറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. നമ്മുടെ എക്സ്പയർ ഡേറ്റ് ആകുമ്പോൾ അതിൻ്റെ വ്യത്യാസം എത്രത്തോളം ഉണ്ട് നമ്മൾ നോക്കണം. ക്യാഷിൻ്റെ ഇൻഫ്ലോ എങ്ങനെയാണ്, എപ്പോഴാണ് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം എന്നുള്ളതാണ് ആ ഒരു ഭാഗത്ത്. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു ടാക്സ് പെയർ നമുക്ക് നമ്മുടെ ഈ ഒരു അക്കൗണ്ടിങ്ങിനെ അഡോപ്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇതൊക്കെ നമ്മൾ ഒരു നികുതി കൊടുക്കുന്ന ആൾ ഇതെല്ലാം നമ്മൾ നോക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ് ആണ് വിത്തൗട്ട് ഹോൾഡിംഗ് ടാക്സ് വിത്തൗട്ട് ഹോൾഡിംഗ് ടാക്സ് ഇംപ്ലിക്കേഷൻ കേട്ടോ. എന്ന് വെച്ചാൽ എന്താ നോക്കാം. വിത്ത് ഹോൾഡിംഗ് ടാക്സ് ഇംപ്ലിക്കേഷനാണ്. നമുക്ക് ടാക്സ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ടാക്സിൻ്റെ ആരൊക്കെ എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഭൂരിഭാഗം ക്രോസ് ബോർഡേഴ്സ് നോക്കാം. സിൻസ് മോസ്റ്റ് ഓഫ് ദ ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻസ് ഡെറിവേറ്റീവ് ഇൻകം മേ നോട്ട് ബി ടാക്സ്ഡ് ഇൻ ആബ്സെൻസ് ഓഫ് പെർമനൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഈ ഒരു ഡെറിവേറ്റീവ്സിൻ്റെ ഒരു പെർമനൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ അതിൻ്റെ ഒരു കൂടുതലും ആയിട്ടും ഭൂരിഭാഗം ക്രോസ് ബോർഡർ ഇടപാടുകളാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡെറിവേറ്റീവ്സിൻ്റെ വരുമാനം അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സിൻ്റെ ഇൻകം നികുതി ചുമത്തപ്പെടാനാവില്ല എന്നുള്ളതാണ് കേട്ടോ. അതിൻ്റെ ഒരു അഭാവം കൊണ്ട് ഇവിടെ ടാക്സ് കൊടുക്കാൻ അവർ ആബ്സെൻസ് ആയിട്ടാണ് കാണുന്നത്. അതിനാൽ അത്തരത്തിലുള്ള വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻകത്തിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ലേവിയബിൾ ആക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള വരുമാനം നമ്മൾ തടഞ്ഞു വെക്കൽ നികുതികൾക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വരുമാനം ഉണ്ടല്ലോ, ഈ ഒരു പെർമനൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അതിൻ്റെ ആബ്സെൻസ് പ്രകാരം ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻസുകളിൽ കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻസിൽ ഈ ഒരു ടാക്സ് ചുമത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ദിസ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ ഡൊമസ്റ്റിക് ടാക്സ് ലോ പ്രൊവിഷൻ ഈച്ച് കൺട്രി ആൻഡ് പ്രൊവിഷൻസ് ഓഫ് എ റെലവൻറ്റ് ടാക്സ് ഓഫ് എ ട്രീറ്റീസ് ഓഫ് അപ്ലിക്കബിൾ ടു സച്ച് എ കമ്പനീസ്. എന്ന് വെച്ചാൽ ഓരോ രാജ്യത്തിൻ്റെയും നമ്മുടെ ഡൊമസ്റ്റിക് ടാക്സ് ഓരോന്നിൻ്റെയും അവിടെയുള്ള നിയമത്തിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം കമ്പനികൾക്ക് ബാധകമായിട്ടുള്ള ടാക്സ് കണ്ടീഷൻസുകൾ അല്ലെങ്കിൽ ടാക്സ് പ്രൊവിഷൻസുകളിലെ ഓരോ വ്യവസ്ഥകളെയും അനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഡൊമസ്റ്റിക് ടാക്സ് എന്ന് പറയുന്നത് അവിടെയുള്ള ആ രാജ്യത്തുള്ള ഓരോ രാജ്യത്തിൻ്റെയും ലോ പ്രൊവിഷൻസിൻ്റെ അടിസ്ഥാനം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കിടക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ 3 ഇഷ്യൂസുകളാണ് ഇവിടെ നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നത് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വെദർ ഡെറിവേറ്റീവ് ട്രാൻസാക്ഷൻ ആർ സ്പെക്കുലേറ്റീവ്സിൻ്റെ ട്രാൻസാക്ഷൻസ് നമ്മുടെ ഡെറിവേറ്റീവ്സിൽ നോക്കാം. സ്പെക്കുലേറ്റീവ്സിൻ്റെ ഇടപാടുകൾ കേട്ടോ. ട്രാൻസാക്ഷൻസിൽ നമുക്ക് ഇതിൽ ഡെറിവേറ്റീവ്സിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. പ്രയർ ടു ഫിനാൻഷ്യൽ ഇയർ 2005 and 6 കേട്ടോ. 5 to 6 ആ ഒരു എക്കണോമിക് ഫിനാൻഷ്യൽ ഇയറിന് മുമ്പായിട്ട് നമ്മുടെ ഇവിടെ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസ് ടാക്സ് ലയബിലിറ്റി അണ്ടർ ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള ടാക്സ് ആദായ നികുതി അതിൻ്റെ നിയമത്തിന് കീഴിൽ ഒരുപാട് ബാധ്യത നിർണ്ണയിക്കുന്ന ഊഹക്കച്ചവടക്കാർ ഇടപാടുകൾ അഥവാ ട്രാൻസാക്ഷൻസുകൾ നമ്മുടെ ഡെറിവേറ്റീവ്സുകളിലെ ട്രാൻസാക്ഷൻസുകൾ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസുകളുമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട. ഒന്നുകൂടെ ഞാൻ പറയാം. 2005-2006 സാമ്പത്തിക അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയറിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ആ ഒരു നിയമത്തിന് അണ്ടറിൽ നികുതി ബാധ്യതകൾ അഥവാ നികുതി ലയബിലിറ്റി ഡിറ്റർമിൻ ചെയ്യേണ്ട
ചെയ്യുന്നത് ഊഹക്കച്ചവടക്കാർക്കും അത് ബാധകമായിരുന്നു. അഥവാ നമ്മുടെ സ്പെക്കുലേറ്റീവായിട്ടുള്ള ആളുകൾക്ക് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസുകൾ ഡെറിവേറ്റീവ്സുകളുടെ ട്രാൻസാക്ഷൻസുമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നു. അതുമായിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വ്യൂ പോയിന്റിൽ പറയുകയാണ് in this view section 43 subsection 5 ആ ഒരു പ്രകാരം ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഡിഫൈൻ എ സ്പെക്കുലേറ്റഡ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഇൻ വിച്ച് എ കോൺട്രാക്ട് ഫോർ എ പർച്ചേസ് ഓർ സെയിൽസ് ഓഫ് എനി കമ്മോഡിറ്റി, ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഒന്നുകൂടെ പറയാം. സെക്ഷൻ 43 സബ്സെക്ഷൻ 5 പ്രകാരം സ്പെക്കുലേഷൻ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോക്കുകളുടെയും അഥവാ ഷെയറിനെയും ഏതെങ്കിലും എനി കമ്മോഡിറ്റി എന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു കമ്മോഡിറ്റി വാങ്ങുകയോ വിൽക്കുകയോ ഉള്ള കരാറ്, അതിൻ്റെ ആ ഒരു വാലിഡിറ്റി ഉണ്ടല്ലോ, ആ വാലിഡിറ്റിക്കുള്ളിൽ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്റൈസ് ഡേറ്റ് ഉണ്ടല്ലോ, അതിനുമായി എക്സ്റൈസ് ആയിട്ട് നിൽക്കുന്ന ഗുഡ്സിനെയോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റുകളുടെയോ യഥാർത്ഥ ഡെലിവറി അഥവാ നമ്മുടെ ഇതിൽ വരുന്ന ആക്ച്വൽ ഡെലിവറി ഉണ്ടല്ലോ, ആക്ച്വൽ ഡെലിവറിയോ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഓഫ് ദ കമ്മോഡിറ്റിയോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ്സോ, ഇതിനെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു സ്പെക്കുലേഷൻ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്പെക്കുലേഷൻ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്മോഡിറ്റി വാങ്ങുകയോ, ഏതെങ്കിലും കമ്മോഡിറ്റി ഇൻക്ലൂഡ് സ്റ്റോക്ക് ആൻഡ് ഷെയർസ് ഒക്കെ കേട്ടോ, ഏതെങ്കിലും ഒരു കമ്മോഡിറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റ് ഏതെങ്കിലും അതിൻ്റെ ആ ഒരു എക്സ്റൈസ് അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, ഒരു പീരിയോഡിക്കൽ ആ ഒരു കറക്റ്റ് സമയം, ആ സമയത്തിൻ്റെ ഉള്ളിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ ഒരു കരാറാണ്, വാങ്ങാനോ വിൽക്കാനോ വേണ്ടിയിട്ടുള്ള ഒരു കരാറാണ് ഈ സ്പെക്കുലേഷൻ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ സെറ്റിൽ ചെയ്യുന്നത് ആക്ച്വൽ ഡെലിവറി ആയിട്ട്, അതർവൈസ് അല്ലെങ്കിൽ ആക്ച്വൽ ഡെലിവറി അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഓഫ് ദ കമ്മോഡിറ്റിയാണ് ഇവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു ആക്ച്വൽ ഡെലിവറിയിലൂടെയൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു കമ്മോഡിറ്റി ഇൻക്ലൂഡിങ് സ്റ്റോക്ക് ആൻഡ് ഷെയർസ് ഇത് അതാത് പീരിയഡിനുള്ളിൽ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കരാറാണ് സ്പെക്കുലേഷൻ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ആക്ച്വൽ ഡെലിവറി അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ദ കമ്മോഡിറ്റി ഓഫ് സ്ക്രിപ്റ്റ്സ് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും അവിടെ സെറ്റിൽ ചെയ്യുന്നത് കേട്ടോ. Okay. However, such a enter in a hedgers and stock exchange members cause a job in arbitrage activity of a specifically excluded from a pure review and definition of a speculation transaction. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹെഡ്ജേഴ്സുകളും അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്ന മെമ്പേഴ്സുകളും അവർക്കൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള ഒരു ആർബിട്രേജ് പ്രവർത്തനങ്ങൾക്കും ഒക്കെ ഇടപാടുകൾ നടത്താൻ ഇതിൽ നിന്ന് പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട്, ഒരു പരിധിയിൽ അപ്പുറം ഒഴിവാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കുക. ഫൈനാൻസ് ആക്ട് 2005 ഹാസ് അമെൻഡ് ചെയ്ത സെക്ഷൻ കേട്ടോ, സെക്ഷൻ 43 സബ്സെക്ഷൻ 5 ആണ്. അപ്പോൾ അതിന് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ട്രാൻസാക്ഷൻ നടത്തുക എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അതാണ് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത്. NSE BSE പോലത്തെ ഓർഗനൈസേഷൻസുകളാണ് കേട്ടോ. അതാണ് അത് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ആണ്. നമ്മുടെ ആസ് പെർ ഈ ഒരു 7th ചാപ്റ്ററിൽ മീൻസ് ട്രാൻസാക്ഷൻ അഥവാ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് കേട്ടോ, STT. അത് ആക്ട് 2004 കേട്ടോ. ഈ ഒരു ആക്ട് പ്രകാരം ലെവി ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഗുഡ്സോ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസുകളോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ കൊടുക്കുന്ന ട്രാൻസാക്ഷൻസുകളാണ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറയുന്നത്. അപ്പം ഇക്വിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു റെക്കഗ്നൈസ്ഡായ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡെറിവേറ്റീവ്സ് എൻ്റർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് ഇക്വിറ്റി ഷെയർസോ സ്റ്റോക്കുകളോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തിട്ട് അല്ലെങ്കിൽ അത്തരം ട്രാൻസാക്ഷൻസുകൾ നടത്തുമ്പോൾ അതിന് കിട്ടുന്ന ഫണ്ടിൻ്റെ മുകളിൽ കൊടുക്കുന്ന ടാക്സാണ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറയുന്നത്, STT ട്ടോ.
ടാക്സബിൾ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻസ്. സെയിൽ ഓഫ് ഓപ്ഷൻ ഇതിൽ നോക്കാം. സെയിൽ ഓഫ് ആൻ ഓപ്ഷൻ സെക്യൂരിറ്റീസിൻ്റെ മുകളിൽ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ റേറ്റ് 0.015% ആണ്. സെല്ലർ പേയബിൾ ബൈ സെല്ലറാണ് കേട്ടോ. ദെൻ അതുപോലെ ഓപ്ഷൻ സെക്യൂരിറ്റി വരുന്ന ഓപ്ഷൻ എക്സ്റൈസ്ഡ്, എപ്പോഴാണോ ഓപ്ഷൻ എക്സ്റൈസ് ചെയ്യുന്നത് ആ സമയത്ത് കൊടുക്കേണ്ട ഒരു റേറ്റാണ് 0.125%. പർച്ചേസറാണ് അത് കൊടുക്കേണ്ടത്, എക്സ്റൈസ് ചെയ്യുന്ന ആൾ കേട്ടോ. ദെൻ നെക്സ്റ്റ് അഥവാ ഹോൾഡർ. നെക്സ്റ്റ് സെയിൽ ഓഫ് ഫ്യൂച്ചർ സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഓപ്ഷൻസും ഫ്യൂച്ചറും ആണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. നോക്കുക, അവിടെ നമ്മൾ റേറ്റ് കൊടുക്കുന്ന റേറ്റ് 0.015% ആണ്. അത് സെല്ലറാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. STT എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. ഏതെങ്കിലും ഷെയറോ സ്റ്റോക്കോ ഇക്വിറ്റീസോ ഒക്കെ എന്താണ് പർച്ചേസ് ചെയ്യുകയോ സെയിൽ ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ട്രാൻസാക്ഷനിലൂടെ കിട്ടുന്ന ഫണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്ന റെക്കഗ്നൈസ്ഡായ ഓർഗനൈസേഷനിലൂടെ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം, ടാക്സ് ട്രീറ്റ്മെൻറ്റ് ഓഫ് എ സ്പെസിഫിക് ഡെറിവേറ്റീവ്സ് ഇൻ ഇന്ത്യ. നമ്മൾ ഇതിൽ ടാക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, അപ്പോൾ നമുക്കറിയാം ഡെറിവേറ്റീവ്സ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ സ്പെസിഫിക് ഡെറിവേറ്റീവ്സ്, ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സുകൾ ഫോർവേഡ്, ഫ്യൂച്ചറും ഓപ്ഷൻ സ്വാപ്സ് ആണല്ലോ, നമുക്കതറിയാം. അപ്പോൾ അതാണ് നമുക്കിനി നോക്കാനുള്ളത്. അപ്പോൾ ഫോർവേഡ്, ഫസ്റ്റ് ഓഫ് ഓൾ ഫോർവേഡ്, ദെൻ ഫ്യൂച്ചർ, ദെൻ അതുപോലെ ഫ്യൂച്ചറിലെ ടാക്സേഷൻ പ്രോഫിറ്റ്, അതിനെ ക്ലോസ്ഡ് കോൺട്രാക്റ്റ്, അത് ടൈപ്സിൽ പറയുന്നുണ്ട്. ദെൻ ഓപ്ഷന് അതിൽ വരുന്ന കാര്യങ്ങൾ, ദെൻ നെക്സ്റ്റ് അതിൽ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, ദെൻ സ്വാപ്സ്. ഇത്രയും കാര്യമാണ് ഇതിൽ. ഈ 4 പോയിൻറ്റ്സുകളാണ് നമുക്ക് 4 ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സിൽ എങ്ങനെയാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഇനി പറയാനുള്ളത്. അത് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.